ഇന്ന് കശ്മീരിൽ നിന്ന് ആദ്യം നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന വാർത്ത ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യം കണ്ടെത്തിയതായുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ത്രാൽ വനമേഖലയിൽ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ അതേ ഭീകരരുമായി സൈന്യവും ഭീകരരും തമ്മിൽ വെടിവയ്പുണ്ടായി എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതൊക്കെ സൂചനകളും റിപ്പോർട്ടുകളും മാത്രമാണ്. ഏതായാലും ആ ഭീകരരെ സൈന്യം കണ്ടെത്തി എന്നത് തന്നെയാകട്ടെ ഇന്നത്തെ പ്രധാന വിവരമെന്ന് നമുക്ക് ആശിക്കാം. ഒപ്പം തന്നെ അന്വേഷണം NIA ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ യുദ്ധത്തിന് സജ്ജമെന്ന്, ഏത് സൈനിക നടപടിക്കും സജ്ജമെന്ന് നാവികസേന അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും പുതിയ ഡെവലപ്മെന്റുകൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. സ്വാതി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് കശ്മീരിലെ ഏറ്റവും പുതിയ വിവരങ്ങളെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സൈന്യം കണ്ടെത്തിയതായിട്ടുള്ള സൂചനകളാണ്. അതേ ഭീകരരുമായി ത്രാൽ മേഖലയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നും കേൾക്കുന്നു. അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നുണ്ടോ സൈന്യം? ഗുഡ് മോർണിംഗ് മനു. ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ സൈനിക ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഭീകരരെ കണ്ടെത്തിയതായുള്ള സൂചന വരുന്നത്. അതായത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം അവരുമായി വെടിവെപ്പടക്കം വിവിധ മേഖലകളിൽ നടക്കുന്നു. ഈ കോക്കർനാഗ് മേഖലയിൽ നിന്നാണ്, അതൊരു വനമേഖലയാണ്, ആ വനമേഖലയിൽ നിന്നാണ് ഇവരുടെ സാന്നിധ്യം, ഈ ഭീകരരുടെ സാന്നിധ്യം മനസ്സിലാക്കിയതായി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഈ വനമേഖല ഉള്ളിലൂടെ തന്നെ ഈ ഭീകരരെ പിന്തുടരുന്ന സംഭവം അടക്കം ഉണ്ടായിട്ടുള്ളതായും ഈ സൈനികൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഇത് ഇടതൂർന്ന് കിടക്കുന്ന മേഖലയാണ്, അതിനുള്ളിലേക്ക് കുറേയധികം സഞ്ചരിക്കേണ്ടി വരും. മാത്രമല്ല പ്രയാസകരമാണ് ഈ തിരച്ചിൽ എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്നിരുന്നാലും 4 ഭീകരരെ, ഈ പെഹൽഗാമുമായി ബന്ധപ്പെട്ട 4 ഭീകരരെ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ തന്നെ പുലർച്ചയോടുകൂടി ഈ ഭീകരരുമായി വെടിവെപ്പടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും ഭീകരർക്ക് അരികിൽ തന്നെ സൈനികർ എത്തി എന്നുള്ളതും ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കനത്ത സുരക്ഷാ വിന്യാസത്തിൽ തന്നെയാണ് ഈ കോക്കർനാഗ് മേഖല പോകുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയ വിവരം അനുസരിച്ച്, അതായത് NIA അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ നിരവധിയായിട്ടുള്ള വിവരങ്ങൾ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊക്കെ തന്നെയും പുറത്തുവിട്ടിരുന്നു. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത് ഈ കോക്കർനാഗ് മേഖലയിൽ നിന്നുമാണ്, വനമേഖലയിൽ നിന്നുമാണ് നേരെ പെഹൽഗാം വിനോദസഞ്ചാര മേഖലയിലേക്ക് ഇവർ എത്തിയത്. അതായത് ആ താഴ്വാരത്തിലേക്ക് അവർ എത്തിയത് സമീപത്തെ കോക്കർനാഗ് വനമേഖലയിൽ നിന്ന് ആണ് എന്നുള്ള വിവരം ഇന്നലെ തന്നെ സൈന്യം പുറത്തുവിട്ടിരുന്നു, അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം അതിനോട് കൂട്ടി വായിക്കുമ്പോൾ ആ മേഖലയിൽ തന്നെയാണ് ഈ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രയാസം ഏറെയുണ്ട് ആ വനമേഖലയിൽ തെരച്ചിൽ നടത്താൻ. എന്നാൽ അതിനപ്പുറത്തേക്ക് സൈന്യം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരച്ചിൽ. പുലർച്ചെ വെടിവെപ്പടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ ഈ വനമേഖലയ്ക്കുള്ളിൽ തന്നെ ഈ ഭീകരർ ഭക്ഷണം കഴിക്കാനായി വീടുകളിലേക്ക് കയറി എന്നുള്ളതും സൈന്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും കനത്ത ഒരു അന്വേഷണത്തിലേക്ക്, തെരച്ചിലേക്ക് തന്നെയാണ് സൈന്യം പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ 4 ഭീകരരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു പ്രാദേശിക ഭീകരൻ, ആദിൽ തോക്കർ എന്ന് പറയുന്ന പ്രാദേശിക ഭീകരനാണ് ഈ അക്രമികൾക്ക്, അതായത് ബാക്കിയുള്ള 3 അക്രമികൾക്ക് എല്ലാവിധ സഹായവും നൽകിയത് ഈ പ്രാദേശിക ഭീകരനാണെന്നും ഇയാൾക്ക് ലഷ്കർ-ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളതും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൃത്യമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്താൻ വേണ്ടി കഴിയുന്നത്. അതേസമയം ഇത്രയും ദിവസമായിട്ടും, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉയർന്ന ആരോപണം, ഈ ആക്രമണം നടന്ന ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് ഭീകരരെ കണ്ടെത്തുന്നില്ല എന്നുള്ള ആരോപണം ഉയരുന്നു. അതിനിടയിൽ തന്നെ ഇന്നലെ കുപ്വാരയിൽ വീണ്ടും ഭീകരാക്രമണം അടക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. വലിയ സുരക്ഷാ വിന്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭീകരരെ കണ്ടെത്തുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഭീകരർക്ക് അടുത്ത് തന്നെ സൈന്യം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ നാവികസേന അടക്കം യുദ്ധത്തിന് സജ്ജമാണെന്നും എല്ലാവിധ അഭ്യാസങ്ങളും അവർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. വിവിധ ഇടങ്ങളിൽ അഭ്യാസങ്ങൾ നടത്തുന്നു. അതോടൊപ്പം സൈന്യത്തെ
കൂടുതലായി ഈ മേഖലകളിൽ വിന്യസിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതിൽ സുപ്രധാന ഒരു തെളിവായി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചത് ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം ഒരു പ്രാദേശിക ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടായിരുന്നു. മരത്തിന് മുകളിൽ നിന്ന് ഇയാൾ ദൃശ്യം പകർത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഈ ദൃശ്യങ്ങൾ നിർണായക തെളിവായി ഈ അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറുമെന്നുള്ള വിവരം കൂടി കഴിഞ്ഞ ദിവസം സൈന്യം മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ എല്ലാവിധ ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യുക അടക്കമുള്ള അന്വേഷണത്തിലേക്ക് NIA പോകുമ്പോൾ കൃത്യമായും ഭീകരരെ ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. മനു, തീർച്ചയായും ആ ആശ്വാസകരമായ വാർത്ത അവരെ പിടികൂടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. സ്വാതി, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെ രാത്രി വൈകി കേട്ടിരുന്നു. അതായത് ഈ ഭീകരർ ഏകദേശം ഒരു 22 മണിക്കൂറോളം ഈ ബൈസ്രൺ വാലി താഴ്വരയിലൂടെ സഞ്ചരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. നോക്കൂ, അത് നമ്മുടെ വലിയ വീഴ്ചയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ആ താഴ്വരയിലൂടെ അത്രയും സമയം സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് എന്തു പറ്റി? എന്തുകൊണ്ടായിരുന്നു ബൈസറൻ പോലെ അല്ലെങ്കിൽ കാശ്മീർ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തീവ്രവാദികൾക്ക് ഇത്രയും സമയം സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പോയത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴും കേന്ദ്ര ഭരണകൂടത്തിന് നേരെ ഉയരുന്നില്ലേ? അതിൽ അവർക്കൊരു മറുപടി പറയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും മനു, ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിലടക്കം കേന്ദ്ര സർക്കാരിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് സാധാരണ ഈ വിനോദസഞ്ചാര മേഖല സജീവമാകുന്നത് ജൂൺ മാസത്തിലാണ് എന്നുള്ള ഒരു ന്യായീകരണമാണ് ആ വിഷയം സംബന്ധിച്ച് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം ആരോപണത്തെ തള്ളിക്കൊണ്ട് അതേസമയം സുരക്ഷാ വീഴ്ച സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 20 മുതൽ 22 മണിക്കൂർ വരെ ഈ ഭീകരവാദികൾ ആ പ്രദേശത്തിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇന്റലിജൻസ് വിഭാഗം അടക്കം ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ നോക്കി കാണുന്നത്. അതോടൊപ്പം സൈന്യത്തെ എന്തുകൊണ്ട് അവിടെ വിന്യസിച്ചില്ല? ഈ എക്സിറ്റ് പോയിന്റുകൾ, അതോടൊപ്പം തന്നെ ഈ പ്രവേശന പോയിന്റുകളൊക്കെ തന്നെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വരുമ്പോൾ ഏത് ഭാഗത്ത് നിന്നാണ് ഇവർ എത്തിച്ചേർന്നത് എന്ന് സംബന്ധിച്ച് പോലും കൃത്യമായൊരു വിവരം ലഭിക്കാത്ത സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ഇന്നലെ ഈ അന്വേഷണ സംഘം പറയുന്നത് 2 ഭീകരർ എത്തിയത്, 4 അക്രമികളാണ് ഈ സംഘത്തിൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ 2 ഭീകരർ എത്തിയത് സമീപത്തുള്ള ഒരു കടയിൽ നിന്നാണ്. എന്നാൽ മറ്റ് 2 ഭീകരർ എത്തിയത് സിപ്പ് ലൈൻ വഴിയാണ് എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ CCTV ക്യാമറകളുടെയൊക്കെയും അഭാവം ഈ മേഖലകളിൽ ഉണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ CRPFിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ CCTV ക്യാമറകൾ ഈ ബോർഡറിലടക്കം വിവിധ ഇടങ്ങളിൽ വനമേഖലയോടൊക്കെ ചേർന്ന് ഏതെങ്കിലും തരത്തിൽ CCTV ക്യാമറകൾ ഘടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്കൊക്കെ CRPF അടക്കം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 22 മണിക്കൂർ ആ മേഖലയിലൂടെ ഈ ഭീകരർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായും അത് തെളിയിക്കുന്നത് സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലും ഈ ജനങ്ങളുടെ വലിയ തരത്തിലുള്ള രോഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഉണ്ടായെന്നുള്ള നിരപരാധികളായിട്ടുള്ള 26ഓളം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം കേന്ദ്ര സർക്കാരിനെ ഉയരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അക്രമികളുടെ വീട് തകർക്കുന്നൊരു സമീപനം സൈന്യം സ്വീകരിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ ആ ജനരോഷത്തെ തണുപ്പിക്കുവാനുള്ള ഒരു നടപടി എന്ന നിലയിലാണ് പലരും അതിനെ കാണുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കശ്മീരിലുള്ള നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. കശ്മീരിലെ വിവിധ സംഘടനകളുടെ നേതാക്കൾ പറയുന്നത് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ അക്രമികളുടെ വീട് തകർക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരിക്കലും സൈന്യം പോവരുത്. ഇതിനെതിരെ കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്നൊരു നടപടി കൈക്കൊള്ളണം. നിരപരാധികളായ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ചും പ്രായമായവരെയും സ്ത്രീകളെയും ഈ വീട് തകർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അവരെ കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. സമീപ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ഭയമാണ്, അവർ ഭയത്തോടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യം കൂടി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ കശ്മീരിലെ സംഘടനാ നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷാ വീഴ്ചയെ മറച്ചു പിടിക്കാനുള്ളൊരു നടപടിയാണ് ഇത് എന്നുള്ള ആരോപണം തന്നെയാണ് ഉയരുന്നത്. എന്നിരുന്നാലും കൃത്യമായുള്ള അന്വേഷണം ഇപ്പോൾ ഇത് സംബന്ധിച്ച് NIAയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം. മനു, ശരി, നമുക്ക് നോക്കാം സ്വാതി. ഏതായാലും ഇന്ന് ആ ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞു എന്ന വാർത്ത വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. കാരണം
നമ്മുടെ 29ഓളം സഹോദരന്മാരെ കൊന്നൊടുക്കിയിട്ട് അങ്ങനെ ഈ നാട്ടിനകത്ത് സുഖിച്ചവന്മാരങ്ങ് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതായാലും അവരെ പിടികൂടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആത്മാർത്ഥമായിട്ട് തന്നെ അങ്ങനെ പ്രതീക്ഷിക്കാം, ആ വാർത്ത വരട്ടെ എന്ന്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ അവർക്ക് ഇത്രയും സമയം നമ്മുടെ നാട്ടിൽ ഒളിച്ചിരിക്കാൻ പറ്റി എന്നത് നമ്മൾ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എവിടെയാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനമായും കണ്ടെത്തേണ്ടത് തന്നെയാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്.